എരുമപ്പെട്ടി കിടപ്പുരോഗിയായ വൃദ്ധയെ നായ കടിച്ചു കൊന്ന സംഭവത്തിൽ സർക്കാർ വേണ്ട സഹായം ചെയ്യുമെന്ന് കുന്നംകുളം എംഎൽഎ എ.സി. മൊയ്തീൻ അറിയിച്ചു. അതിദാരുണവും വേദനാജനകവുമായൊരു സംഭവമാണ് ഇന്നലെ ഈ കൊല്ലമ്പടി എന്ന് പറയുന്ന കടങ്ങോട് പഞ്ചായത്തിലെ ഈ പ്രദേശത്തുണ്ടായത്. വയസ്സി എന്ന ഒരു പരാശ്രയം വേണ്ട ഒരു സ്ത്രീയെ വീട്ടിൽ കയറിയാണ് തെരുവ് നായ കടിച്ചത്. അതിൻ്റെ ഭാഗമായി മരണം സംഭവിച്ചു. മകനും ഇതുപോലെ ശാരീരിക സുഖമില്ലാത്ത ഒരാളാണ്. അദ്ദേഹത്തിനും കടിയേറ്റിട്ടുണ്ട്. നായയെ ഇന്നലെ കണ്ടെത്തിയിട്ടുണ്ട്, അതിനെ പിടിച്ചു കെട്ടിയിട്ടുണ്ട്, അത് പരിശോധിക്കുകയാണ്. മറ്റുള്ള ചില അനിഷ്ട സംഭവങ്ങൾ ഇതിൻ്റെ ഭാഗമായി നായ പോയ വഴിയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി തന്നെ പഞ്ചായത്ത് അധികൃതരും മറ്റുള്ളവരും നാട്ടുകാർ നല്ല ശ്രമവും ഇതിൻ്റെ ഭാഗമായി നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും തെരുവുനായുടെ ശല്യം കേരളത്തിലൊരു പ്രശ്നം തന്നെയാണ്. വലിയ തോതിലുള്ള ആക്രമണങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പഞ്ചായത്തുകൾക്കും നിലവിലുള്ള നിയമമനുസരിച്ച് സർക്കാരിന് ചെയ്യാവുന്നത് ഇത് ABC പദ്ധതി മാത്രമാണ്. ബർത്ത് കൺട്രോൾ എന്നുള്ള സ്ഥിതി മാത്രമാണുള്ളത്. സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ ഗൗരവപ്പെട്ട ഇടപെടൽ നിയമസഭയിൽ നടത്തിയിരുന്നതാണ്. നിയമത്തിൽ ആവശ്യമായ ഭേദഗതി ഉണ്ടാകണം. ഉപദ്രവകാരികളായ ഇത്തരം നായകളെ നമുക്ക് സമൂഹത്തിൽ ഇങ്ങനെ അഴിച്ചുവിടാൻ അനുവദിക്കാനാവില്ല. അതുകൊണ്ട് അതിനാവശ്യമായ നിയമ ഭേദഗതി വേണം എന്നൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടതാണ്. എരുമപ്പെട്ടി വെള്ളറക്കാട് കൊല്ലൻപടിയിൽ കിഴക്കേപ്പുരയ്ക്കൽ പരേതനായ കൃഷ്ണന്റെ ഭാര്യ കാർത്തിയായനിക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. വീട്ടിൽ ഉണ്ടായിരുന്ന മകൻ ദേവദാസിനെയും നായ ആക്രമിച്ചു. അയൽവാസിയായ ഉദയരാജിനും നായയുടെ കടിയേറ്റു. ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നായയുടെ കടിയേറ്റ കാർത്തിയായനിയുടെ മുഖം വികൃതമായ നിലയിലാണ്. മറ്റൊരു സ്ഥലത്ത് താമസിക്കുന്ന മൂത്ത മകൻ മണികണ്ഠൻ ഇവർക്ക് ഭക്ഷണമായി എത്തിയപ്പോഴാണ് കാർത്തിയായനിയെ നായ കടിച്ച് അവശനിലയിലാക്കിയ സംഭവം അറിയുന്നത്. നായയെ ഏറെ നേരത്തെ പരിശ്രമത്തിനു ശേഷം പോലീസും അനിമൽ റെസ്ക്യൂ ടീമും ചേർന്ന് പിടികൂടി. വല ഉപയോഗിച്ച് പിടിച്ച നായയെ മണ്ണുത്തി വെറ്റിനറി കോളേജിലേക്ക് മാറ്റി. ഈ പ്രദേശത്ത് നിരവധി പേർക്ക് നായയുടെ കടിയേറ്റതായാണ് വിവരം. ചുരുങ്ങിയ ചിലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്, വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. ഹാർഡോൾ സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.